അനുവിന്റെ വിവാഹ ലുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും അമ്പരപ്പിച്ചു. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വച്ച് അതിസുന്ദരിയായ ഒരു കേരള തനിനാടൻ പെൺകുട്ടിയായി വരുമെന്ന് കരുതിയപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അനു തിരഞ്ഞെടുത്തത്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിന്റെ തനതായ ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പട്ടും റെഡും ഗ്രീനും ഒക്കെയാണ്. എന്നാൽ തമിഴ്നാട്ടുകാർ കൂടുതൽ തിളക്കമുള്ള വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കുറച്ചുകൂടി ഓറഞ്ച്, യെല്ലോ തുടങ്ങിയ കളറൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അനുവിന്റെ വസ്ത്രധാരണം ശരിക്കും നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്യാത്തൊരു കളറായിരുന്നു. ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളറായിരുന്നു ഇരുവരും തിരഞ്ഞെടുത്തത്. അതും സാരിയുമല്ല, ഹാഫ് സാരിയുമല്ല, ഒരു ലഹങ്ക മോഡൽ ഡ്രസ്സായിരുന്നു അനു തിരഞ്ഞെടുത്തത്. വിവാഹത്തിന് സാധാരണ എല്ലാവരും ഒന്നെങ്കിൽ ഹാഫ് സാരി, അല്ലെങ്കിൽ സാരി, അല്ലെങ്കിൽ സെറ്റുമുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും തിരഞ്ഞെടുക്കാറുള്ളത്. ഇതൊന്നുമല്ലാതെ അനുമോൾ തന്റെ ഡ്രസ്സ് അതിസുന്ദരമായി തന്നെ ഒരുപാട് നാളെടുത്താണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രവും എല്ലാം തന്നെ. സിജൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പ് ചെയ്ത് അനുവിനെ സുന്ദരിയാക്കി മാറ്റിയത്. M.O.D സിഗ്നേച്ചർ ആയിരുന്നു ജ്വല്ലറി. ഡ്രേപ്പ് വിത്ത് KPയുടെ അടിപൊളി ഡ്രേപ്പിക്കും കൂടെ ആയപ്പോൾ അനുമോൾ അതിസുന്ദരിയായി മാറി. അനുവിന്റെ ഓരോ ഓർണമെന്റ്സിനും മിനിമൽ ആയിട്ടുള്ള ആഭരണങ്ങളും മുടി അഴിച്ചിട്ടുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈലും എന്നാൽ ഇച്ചിരി മുല്ലപ്പൂ വെച്ച് ഇച്ചിരി നാടൻ ലുക്കും ഒക്കെ ആയപ്പോൾ അനു അതിസുന്ദരിയായി മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അനുവിന്റെ വിവാഹം. ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഒരു നടനല്ലാതെ ആരെങ്കിലും ആയിരിക്കും അനുവിനെ വിവാഹം കഴിക്കുന്നതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അനുമോളുടെ അടുത്ത ബന്ധുക്കൾ ഒരു 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. നടൻ സുരേഷ് ഗോപി എത്തിയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. MP-യും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു. താലി കെട്ടിയതിനു ശേഷം വധൂവരന്മാർ സുരേഷ് ഗോപിയുടെ അനുഗ്രഹം വാങ്ങി. അധികം ആളുകളെയൊന്നും താൻ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും വേണ്ടപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. വിളിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് അനുമോൾ പറഞ്ഞത്. ഇപ്പോൾ ഇതാ കല്യാണമായി. ഞാൻ അധികം ഘോഷിക്കാതിരുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ സ്വകാര്യ സന്തോഷമല്ലേ, അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത്. വിവാഹമാണെന്ന് കേൾക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടാവും. എന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇതുപോലെ മോശം ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ മോശം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യമേ എല്ലാം കൊടുക്കണ്ട എന്ന് കരുതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിവാഹത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്തത്. സന്തോഷം ആഗ്രഹിച്ചിരിക്കുന്നവർക്കായി എല്ലാ വിശേഷങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു പറയുമെന്നും അനുമോൾ പറയുന്നു. സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് അനുമോൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. അതിനുശേഷം നിരവധി ആക്ഷേപഹാസ്യ പരിപാടികൾ അനുമോൾ ചെയ്തിരുന്നു. സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2025-ലാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ എന്ന നിലയിലും അനുമോൾ ശ്രദ്ധേയയായി മാറി. ബിഗ് ബോസിന് ശേഷമാണ് അനുമോളിനെ സ്നേഹിക്കുന്നവരും വെറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. എന്നാൽ അനുമോൾ എന്നും ഒരുപോലെ തന്നെയായിരുന്നു.